ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു നാടൻ ബീഫ് ഫ്രൈ തയ്യാറാക്കാം. ഇതുപോലെ നിങ്ങൾ ബീഫ് ഫ്രൈ തയ്യാറാക്കുകയാണെങ്കിൽ ബീഫ് ഇഷ്ടമല്ലാത്തവർ പോലും വളരെ രുചികരമായിട്ടുള്ള ഈ ബീഫ് ഫ്രൈ കഴിക്കും. അത്രയും ടേസ്റ്റിയാണിത്. വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതുപോലെ നിങ്ങളൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാകും അവർക്ക്. അത്രയും രുചികരമാണ് ഈ ബീഫ് ഫ്രൈ. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് നമുക്ക് ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ തന്നെയാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് ഒന്ന് മസാല പുരട്ടി അല്പനേരം വെക്കണം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ആ ചതച്ചതിൽ നിന്ന് കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളി ഇത്രയുമാണ് ചതച്ചത്. അതിൽ നിന്ന് കുറച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇപ്പം നമുക്ക് കുറച്ച് ചേർത്താൽ മതി. ബാക്കിയുള്ള മുളക് പൊടി നമുക്ക് പിന്നെ ചേർക്കാം. അപ്പോൾ ഇപ്പം നമുക്കിതൊന്ന് അല്പം ഒരു 1/2 സ്പൂണോ 1 സ്പൂണോ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് കൈ വെച്ച് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ഈ ബീഫിൽ ഇതെല്ലാം നല്ലതുപോലെ അരപ്പ് പിടിക്കുന്നതിന് വേണ്ടി കൈ വെച്ച് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മസാലയെല്ലാം ഈ ബീഫിൽ നല്ലതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഇതിൽ അല്പം പോലും വെള്ളം ഒഴിക്കാതെ നമുക്കിത് കുക്കറിൽ വെച്ച് ഒരു 4-5 വിസിൽ കേൾക്കണം. അല്പം പോലും വെള്ളം ഇതിൽ ഒഴിക്കേണ്ട. വേവാനുള്ള വെള്ളമൊക്കെ അതിൽ ഊറിക്കോളും. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ച ബീഫ് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബീഫ് അങ്ങ് ഒരുപാടൊന്നും വേവണ്ട. ഒരു 4-5 വിസിൽ കേട്ടാൽ മതി. നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ബീഫ് നമുക്കിതുപോലെ ഒന്ന് വെള്ളമൊക്കെ അതിൽ ഊറിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതുപോലെ ബീഫ് മാത്രം നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫെല്ലാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൽ കൂടി ഒന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഇതെല്ലാം ഒന്ന് അരപ്പ് പുരട്ടി വെക്കണം. അപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ചതച്ചതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഒരു 2 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടിയും കൂടെ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കിതിൽ ചേർക്കണം. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കണം. അല്പം ഉപ്പ് കൂടി, ഉപ്പ് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ചേർത്തു, എന്നാലും ഒരു അല്പം ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഈ ബീഫെല്ലാം നല്ലതുപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് അരപ്പൊക്കെ ബീഫിൽ പിടിക്കുന്നതിന് വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇതുപോലെ അരപ്പ് പുരട്ടി നമുക്കൊരു അല്പനേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. നമുക്ക് ഈ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അല്പസമയം, ഒരുപാട് സമയമൊന്നും വേണ്ട, ഈ അരപ്പൊക്കെ ഒന്ന് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി അല്പനേരം ഒന്ന് മാറ്റി വയ്ക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇതിലേക്ക് ഒരു സവാളയും കുറച്ച് തേങ്ങാക്കൊത്തും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ആദ്യം നമുക്ക് ഈ കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം അതൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് നമുക്കിതൊന്ന് കോരി മാറ്റണം. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കോരി മാറ്റാം. ഇനി കനം കുറഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇതുപോലെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കതും ഇതുപോലെ ഒന്ന് കോരി മാറ്റണം.
ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതും കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ഈ ഇത്രയും എണ്ണ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് എല്ലാം ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ബീഫിരുന്ന് ഈ എണ്ണയിലിരുന്ന് ഫ്രൈ ആയിക്കോളും. വളരെ രുചികരമായിട്ടുള്ള ഈ ബീഫ് ഫ്രൈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകും, അത്രയും ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ബീഫ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടയ്ക്കൊന്നും വേണ്ട, ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ബീഫൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നല്ല അങ്ങ് ഡ്രൈ ആയ ബീഫ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാളയും തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ഈ ബീഫുമായിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആ പച്ചമുളകും കറിവേപ്പില കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ ബീഫ് ഫ്രൈ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇത് എല്ലാവർക്കും ഇഷ്ടമാകും. പ്രത്യേകിച്ച് ബീഫ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് പോലും ഇത് കഴിക്കും, അത്രയും ടേസ്റ്റിയാണ്. ഇനി ആ പച്ചമുളകും കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരല്പനേരം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡിയായി.